വീൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റൈഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദ റോയൽ എൻഫീൽഡ് മെറ്റോർ 350. ശരിക്കും വാക്കറൗണ്ട് റിവ്യൂ ഓൾറെഡി നമ്മൾ ചെയ്തു. വാക്കറൗണ്ട് റിവ്യൂ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഇടുന്നതാണ്. അത് പോയി കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പോൾ എൻ്റെ പുറയിൽ ആൾ ഇരിപ്പുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൈഡ് വീഡിയോയിലോട്ട്, അല്ലെങ്കിൽ മെറ്റോർ 350യുടെ റൈഡ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഈ ഒരു ബട്ടൻ്റെ കാര്യം. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബട്ടൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഫുഡ് പെക്സിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയേണ്ടത്. ഫുഡ് പെക്സ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നമുക്ക് നീങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഫുഡ് പെക്സ് വരുന്നത്. നമുക്ക് ഒരു യൂ ടേൺ എടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ മെറ്റോറിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോറി മെറ്റോറിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു വൈബ്രേഷൻ ഫ്രീ വെഹിക്കിളായെന്ന് വേണം പറയാൻ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തണ്ടർബേഡുമായിട്ട് ജസ്റ്റ് ഇതിനെ തണ്ടർബേഡ് 350 ആയിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റിൻ്റെ മുകളിൽ ഒരു വൈബ്രേഷൻ വരുമായിരുന്നു 60-70 ഒക്കെ ആകുമ്പോഴത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ്ലി ഔട്ടായിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരിക്കും ഈ വണ്ടി റൈഡ് ചെയ്തിട്ടേ ഇല്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വണ്ടി റൈഡ് ചെയ്യുന്നത്. കുറച്ച് ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഫീൽ ചെയ്യുന്ന ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വൈബ്രേഷൻ്റെ കാര്യം, ആ വികാരം ഇതിനകത്ത് മിസ്സായിട്ടുണ്ട്. പിന്നെ ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുതിയ 2 റൗണ്ട് ടൈപ്പ് 2 സ്വിച്ചസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു മെനു, നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് മെനു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാര്യം ഓൺ ദ വേയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെനു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോയൽ എൻഫീൽഡ് ശരിക്കും ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആ മീറ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീൽ തരുന്നൊരു മീറ്ററാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ചെറിയ റൗണ്ട് മീറ്ററിലാണ് നമുക്കിതിൻ്റെ മാപ്പ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു മാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട്, റോയൽ എൻഫീൽഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ആ മാപ്പ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ദെൻ ക്ലച്ച് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, സൂപ്പർ സ്മൂത്ത് ക്ലച്ചാണ്. സത്യമായിട്ട് ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് ഫീല് നമുക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തമ്പ് ശരിക്കും നഷ്ടപ്പെട്ടില്ല. ആ ഒരു എക്സോസ്റ്റിൻ്റെ നല്ലൊരു ഗ്രണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു വൈബ്രേഷൻ എന്ന് പറയാനും മാത്രം ഒരു വൈബ്രേഷൻ ഈ വണ്ടിക്കില്ല. എൻറ്റയർലി റോയൽ എൻഫീൽഡിൻ്റെ വെഹിക്കിൾ, ശരിക്കും റോയൽ എൻഫീൽഡ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ വണ്ടി ചെയ്തിട്ടുള്ളതെന്ന് ഈ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ അതിന് റോയൽ എൻഫീൽഡ് ഒരു തംസ് അപ്പ്. ദെൻ നമ്മൾ ഇപ്പം നോക്കുക, ഓൾമോസ്റ്റ് ഒരു 80 km/h സ്പീഡിലായിട്ടുണ്ട്. പഴയ റോയൽ എൻഫീൽഡ് തണ്ടർബേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഒരു വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് വീണ്ടും ക്രൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുക. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 349 cc ഒരു സിംഗിൾ സിലിണ്ടറിൽ എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ടോർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 27 Nm ടോർക്കിലാണ് ഏറ്റവും കൂടുതൽ കളി ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ 27 Nm ടോർക്ക് എന്ന് പറയുന്നത് 4000 RPM. നിങ്ങൾ ശ്രദ്ധിക്കണം, 4000 RPM നമുക്ക് ആ 27 Nm ടോർക്ക് കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ച് പതുക്കെയാണ് പോകുന്നത്. ആ വണ്ടി പതുക്കെ പോയിട്ട് പോലും നമുക്ക് ആ ഒരു ലോ ഗിയറിലോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഗിയറിൽ പോലും നമുക്കൊരു നോക്കിങ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതുപോലെ തന്നെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞൊരു പക്ക പ്യൂർ, എന്താ പറയുക, ഇങ്ങനെ ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണ് വരുന്നത്. കാര്യം ശരിക്കും പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഇങ്ങനെ ടക്ക് എന്ന് വീഴുന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു റോയൽ എൻഫീൽഡ്. അത് നമുക്ക് ഇതിനകത്ത് തീരെയില്ല. നമുക്കിങ്ങനെ തട്ടി ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഞാൻ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞാൽ, ടോർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, ശരിക്കും ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇതൊരു ഓഫ് റോഡറാണോ. ശരിക്കും നിങ്ങൾക്ക് ഓഫ് റോഡറായിട്ട് പോലും ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോർക്കിൽ ഒരു വ്യത്യാസപ്പെടുത്തിയിട്ട് അവരുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ RPM കൊടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ ചേഞ്ചസ് ആണ്. RPM എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു 4000 RPM 27 Nm പീക്ക് ടോർക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ടോർക്കിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റമൊക്കെ സിമ്പിളായിട്ട് വണ്ടി കയറിപ്പോവും. നമ്മളൊരു ഒട്ടും നമ്മളെ എഫോർട്ട് എടുക്കാത്ത രീതി, എഫോർട്ട്ലെസ്ലി തന്നെ അത് കയറി പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞോളൂ, ഈ വിൻഷീൽഡാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. ആ വിൻഷീൽഡ് എന്ന് പറഞ്ഞൊരു 120 km/h പോലും നമുക്ക് വിൻഡ് ബ്ലാസ്റ്റ് നന്നായിട്ട് നമുക്ക് തടയുന്ന രീതി. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാമ്പ് വെച്ചിട്ടാണ് അത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയുടെ ഒരു
ഈ ഒരു ഡാഷ്ബോർഡാണ്. ശരിക്കും പറഞ്ഞാൽ പഴയ തണ്ടർബേർഡ് എന്ന് പറയുമ്പോഴത്തെ ഹാൻഡിൽ ഇങ്ങനെ ഒന്ന് വളഞ്ഞു വന്നിട്ട് കുറച്ച് പേര് ഇഷ്ടപ്പെടും, കുറച്ച് പേര് ഇഷ്ടപ്പെടത്തില്ല. ആ ഒരു രീതിയിലായിരുന്നു അതിൻ്റെ ആ ഒരു ഹാൻഡിൽ വന്നിട്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പഴയ തണ്ടർബേർഡിൽ നമ്മൾ എന്താണോ ഹാൻഡിൽ അൾട്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കമ്പനി ഈ ഒരു ഹാൻഡിലൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ശരിക്കും റോയൽ എൻഫീൽഡിൻ്റെ ഒരു വെഹിക്കിളാണ് ഉപയോഗിക്കുന്നുള്ളതിനകത്ത് എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്നു. ഈ തണ്ടർബേർഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാമെന്നോ എനിക്ക് ഡ്രീം ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ പോലും അല്ലായിരുന്നു ഒരു കാലത്ത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ഗിയർ ഡൗൺ ചെയ്തിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് എനിക്കൊരു ഡീമെറിറ്റായിട്ട് തോന്നിയത്. വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈ വണ്ടിക്കകത്ത് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല ടോപ്പിലൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. നമ്മൾ ഇവൻ്റെ ലോ എൻഡ് ടോർക്കിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ചില ഓഫ് റോഡ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹൈ റേഞ്ചിൽ പോവുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ബെറ്ററാണ്. നിങ്ങൾക്ക് വേറൊരു വണ്ടിയിലോട്ട് പോകേണ്ടേ വരത്തില്ല. പിന്നെ ടോർക്കിൻ്റെ കാര്യം ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലോ ആൻഡ് ടോർക്കിൻ്റെ ഒരു റിച്ച് ആയിട്ടുള്ള ലോ ആൻഡ് ടോർക്ക് തന്നെയാണ് ഈ വണ്ടിക്കകത്തുള്ളത്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ വണ്ടിയുടെ മൈലേജിനെ കുറിച്ചാണ് ഞാനിനി പറഞ്ഞത്. ARI സർട്ടിഫൈ ചെയ്തിട്ടുള്ള 41 പോയിൻറ്റ് സംതിങ് ആണ് ഇതിൻ്റെ ഒരു മൈലേജ് ആയിട്ട് ARI സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അതും സിറ്റിയിലാണ്. നമുക്ക് ഹൈവേയിലാവുമ്പോഴത്തേക്ക് ഒരു 35 km/ലിറ്ററിന് നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. പിന്നെ ഈ വണ്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു റോയൽ എൻഫീൽഡ് ഒരു തണ്ടർബേർഡ് യൂസ് ചെയ്തിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സൈറ്റഡ് ആവും. ഉറപ്പാണ്, 100% ഷുവറാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ എക്സൈറ്റഡ് ആയിപ്പോവും. കാര്യം ഈ വണ്ടി വേറെ ഒരു വണ്ടി തന്നെയാണ്. കാര്യം മൊത്തത്തിൽ റോയൽ എൻഫീൽഡിന് ഓടിച്ച ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഒരാളും ഈ തണ്ടർബേർഡ് അല്ലെങ്കിൽ തണ്ടർബേർഡ് അല്ല, ഈ മെറ്റോർ 350 നിങ്ങൾ ഓടിക്കാനായിട്ട് തുനിയരുത്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ചിലപ്പോൾ നിരാശപ്പെടുത്തിയേക്കാം. നിങ്ങളൊരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വണ്ടി ചൂസ് ചെയ്യരുത്. നിങ്ങൾ ഈ വണ്ടിയുടെ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ശേഷം മാത്രമേ നിങ്ങൾ ഈ വണ്ടിയിലോട്ട് നോക്കാവൂ. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ആക്ലറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ശരിക്കും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി. ഇങ്ങനത്തെ ഒരു മേക്കിംഗ്, ഇത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ റോയൽ എൻഫീൽഡ് ശ്രദ്ധിച്ചു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വിൻഷീൽഡിൽ വരെ അവരുടെ ഒരു ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും റോയൽ എൻഫീൽഡ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നല്ലൊരു വർക്കാണ് ഇത്. ഈ വണ്ടി ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ വേറെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 15 ലിറ്റേഴ്സിൻ്റെ ഒരു ടാങ്കാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ടൂറിങ്ങിന് അത് മതിയാവും. നല്ലൊരു ടാങ്ക് കപ്പാസിറ്റി തന്നെയുണ്ട്. നല്ലൊരു ടൂറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ടാങ്ക് കപ്പാസിറ്റി ബെറ്ററാണ്. പിന്നെ വണ്ടിക്കകത്തുള്ള നോർമലി ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ നമുക്ക് ഞാൻ ഡ്യുവൽ ABS എന്ന് ഓൾറെഡി നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 300 mm ഒരു ഡിസ്പ്ലേസാണ് ഫ്രണ്ടിൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ റിയറിൽ നമുക്കൊരു 270 mm വരും. ഒരു 41 mm ഒരു ഷോക്കാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അത് ബാക്കിൽ നമുക്ക് റിയറിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 6-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്യുവൽ ട്യൂബുലാർ ഷോക്കാണ് നമുക്ക് ബാക്കിലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയിട്ട് ശരിക്കും എക്സ്പെരിമെൻറ്റ് ചെയ്ത് മേക്ക് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ 2 ഷോക്കുകളും തരുന്നത്. വണ്ടിക്ക് ആ ഒരു സ്റ്റെബിലിറ്റി, ഒരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് തരുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു പഞ്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബ്രേക്കിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്, ഒന്നും പറയാനില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിങ്ങനെ സ്പീഡിൽ ഓടിച്ച് നടക്കേണ്ട ഒരു വണ്ടിയല്ല. അത്യാവശ്യം കംഫർട്ടായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. അല്ലാതെ ടോപ്പ് സ്പീഡ് എടുത്ത് ഇങ്ങനെ പോകാനുള്ള ഒരു വെഹിക്കിളല്ല. ഞാൻ ഒരു കാരണവശാലും ഈ റോയൽ എൻഫീൽഡ് വണ്ടികളുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാത്തതാണ്. പക്ഷേ ഇത് അത്യാവശ്യം സ്പീഡിൽ കൂടി പോകാനുള്ളൊരു വണ്ടിയാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇതിനെ ഒരുപാട് കൊല്ലരുത്. റോയൽ എൻഫീൽഡ് എടുത്തിട്ട് എല്ലാവരും ഇതിനെ ഞാൻ പറഞ്ഞില്ല, ഓരോ വണ്ടിക്കും അവരവരുടെ ആൾക്കാർ അതിനത് ഓരോ വണ്ടി എടുക്കുമ്പോഴും അതിനോട് ചേർന്ന ആൾക്കാർ മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പറ്റാത്ത വണ്ടിയാണ് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു ഡീമെറിറ്റ് നിങ്ങൾ ഒരു കാരണവശാലും പറയരുത്. ആ വണ്ടിയെ കില്ല് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. കാര്യം ഈ വണ്ടി നന്നായിട്ട് ഉപയോഗിക്കുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ ഇത് ആർക്കൊക്കെ വാങ്ങാം? ഇത് വാങ്ങേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു സിറ്റി ടു സിറ്റി അല്ലെങ്കിൽ നിങ്ങളൊരു സിറ്റി വിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് കൊടുത്ത് അടുത്ത ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്കെൻഡ് റൈഡ് അങ്ങനെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഡെയിലി റൈഡ് പോവുകയും വേണം, നിങ്ങൾ നല്ലൊരു റൈഡറാണ്, നിങ്ങൾക്ക് ലോങ് റൈഡൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണ്, നിങ്ങളൊരു കപ്പിളാണ്, നിങ്ങൾക്ക് വൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് വീട്ടിൽ ഫാമിലിയായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു 600 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 400 കിലോമീറ്റേഴ്സ് ഒക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ പഴയ തണ്ടർബേർഡിൻ്റെ അത്രയും വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല റൈഡ് ചെയ്യുന്ന സമയത്ത്. ശരിക്കും ഒരു നോർമൽ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആണ്. എനിക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ
ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ മെയിനായിട്ട് റൈഡ് ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഡിമെറിറ്റ്സും കാര്യങ്ങളും കമ്പാരിസനും ഒക്കെ ആയിട്ട് വരാം. ശരിക്കും ഞാൻ പറയുന്ന ഹൈനസിനോട് പോലും ഈ വണ്ടി നിങ്ങൾ കമ്പാരിസൺ ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെറ്റോർ 350യുടെ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു അടിപൊളി വണ്ടിയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ വീഡിയോസും സ്റ്റാർട്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വണ്ടിയുടെ വാക്ക് അറൗണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എനിവേ, ഫാബ്സ് ഓൺ വീൽസിൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്.